One big world spinning around, don't make a sound, feel the ground. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ ഇതാണ്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അറിയാമല്ലോ, സ്പ്രേയർ എന്ന് പറയുന്നത്. ബട്ട് കാലക്രമേണ ഇതിന്റെ ഒരു പ്രവർത്തനം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഉടനെ തന്നെ നമ്മൾ മാറ്റി വേറെ റീപ്ലേസ് ചെയ്യാറുണ്ട്. മാർക്കറ്റിൽ ഇതിന് വില 150 തൊട്ട് 300 വരെ റേഞ്ചാണ്. അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വില കൂടിക്കൊണ്ടിരിക്കും. ബട്ട് ഇതൊരു നിങ്ങൾക്കറിയാം, ഇതൊരു ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ലോങ് റണ്ണിൽ യൂസ് ചെയ്യേണ്ട സാധനം ആയതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു കംപ്ലൈന്റ് പൊതുവെ വരാറില്ല. ബട്ട് കാലക്രമേണ ഇതിന്റെ അകത്തിരിക്കുന്ന സ്പ്രിങ്ങിന്റെ ഒക്കെ ഒരു റീടെൻഷൻ പവർ കുറവായതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രിങ് പ്രോപ്പറായി വർക്ക് ആവാത്തത് കൊണ്ട് ആണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാറ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്പ്രേയറിലേക്ക് പോകുന്ന കണക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം സ്പ്രേയറിലേക്കുള്ള കണക്ഷൻ നമുക്ക് പതുക്കെ ഊരി മാറ്റാം. ഇതിന് പ്രത്യേകതരം ടൂൾസിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമുക്ക് തന്നെ കൈകൊണ്ട് ഊരി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രേയർ. നമുക്ക് സാവധാനം ഇതിന്റെ ആ ഫ്രണ്ടിലുള്ള പോർഷൻ നമുക്ക് പതുക്കെ ഊരാം. ജെന്റ്ലി നമുക്ക് ഊരി മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു റബ്ബർ ബുഷ് കാണും, അതും സ്പേസ് ആവാണ്ട് നോക്കുക. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം, നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ നോബ് നമുക്ക് ഊരി മാറ്റാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു നീഡിലുണ്ട്. ആ നീഡിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അകത്തുള്ള സ്പ്രിങ് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് സാവധാനം ഇതേപോലത്തെ ഒരു നോസ് പ്ലെയർ വെച്ച് വലിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ കമ്പോണൻറ്റുകൾ. സ്പ്രിങ്ങും അതുപോലെ തന്നെ വാഷറും കാര്യങ്ങളും അടങ്ങുന്ന ഒരു വളരെ കുറച്ച് കമ്പോണൻറ്റ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഈ സ്പ്രിങ് ആണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഈ സ്പ്രിങ് നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ സ്പ്രിങ്ങിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ച് അതിൻ്റെ ആ ഒരു റീടെൻഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അതിനുശേഷം ഈ പറയുന്ന ഇതാണ് ഇതിൻ്റെ ട്രിഗർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ പറയുന്ന രീതിയിൽ, ഈ വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഊരിയെടുക്കുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റും ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ സ്പ്രിങ് ഇട്ട ഈ കോമ്പണന്റ് നമുക്ക് ഈ സ്പ്രേയുടെ അകത്തോട്ട് കയറ്റാം. സ്പ്രേയുടെ അകത്ത് കറക്റ്റായിട്ട് കയറ്റി വെക്കുക. ആ ഹോൾ കറക്റ്റായിട്ട് തന്നെ വരണം, ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ നീഡിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വാൾവ് അതിനകത്തോട്ട് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഈ റബ്ബർ ബുഷ് മറന്നു പോകരുത്. റബ്ബർ ബുഷ് ഈ അകത്ത് ഇട്ട ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഹോസ് ഇപ്പോൾ ഇട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ടൈറ്റ് ആക്കുക. നമുക്കിനി അതിനുശേഷം ഈ പൈപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ ഇത് പ്രോപ്പറായി വർക്കായിരുന്നില്ല, ഇതിപ്പോൾ പ്രോപ്പറായി വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.